തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വരാറായിട്ടും മുകേഷ് അണ്ണന് നേരം വെളുത്തിട്ടില്ല. തോൽവി സാധ്യത 101% സ്വയം ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോഴും ബഡായി ഒരു തരി പോലും കുറഞ്ഞിട്ടുമില്ല. ശവത്തി കുത്തുവാന്ന് വിചാരിക്കല്ലേ, ലേശം കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഉണ്ട്. അണ്ണോ, കൊല്ലത്തെ മൺസൂൺ ബമ്പർ ആർക്ക് കിട്ടും? 4-ാം തീയതി അറിയാൻ പോകുന്ന ഒരു കാര്യമാണ്. 4-ാം തീയതി കൊള്ളുമ്പോഴെങ്കിലും അറിഞ്ഞാൽ മതി. എന്നെ കാണുമ്പം നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത പ്രായത്തിലുള്ള കുട്ടികൾ പാർലമെന്റ് ഇലക്ഷൻ എങ്ങനെ വരും, ജയിക്കുമോ? കൊച്ചു പിള്ളേർ വരെ ഊതി തുടങ്ങി. കുട്ടികളോടുള്ള അണ്ണൻ്റെ വാത്സല്യപൂർണമായ സമീപനം പിന്നെ പ്രശസ്തമാണല്ലോ. ഇപ്പം ഈ ചോദിച്ച പിള്ളേരെ രാത്രി വിളിച്ച് അന്തസ് പഠിപ്പിച്ചേക്കല്ലേ MLA? അല്ല, റിസൾട്ട് വരാറായല്ലോ, വോട്ട് വല്ലതും തടയോ? അതെല്ലാം നേതാക്കന്മാർ പറയും. ഓ, വാ തുറക്കല്ലെന്ന് മേളിൽ നിന്ന് ഓർഡറുണ്ടല്ലേ? നേതാക്കന്മാരെല്ലാം വലിയ തിരക്കിലാണ്. ഒരെണ്ണത്തിന് ഭൂമി കാലുകുത്താൻ നേരമില്ല. എക്സൈസ്, ആഭ്യന്തരം, ടൂറിസം, പൊതുമരാമത്ത്, ഗതാഗതം, ആരോഗ്യം, സാമൂഹ്യക്ഷേമം എന്ന് വേണ്ട സകലതും കാറ്റിലിങ്ങനെ പറക്കുക. നിലത്തൊന്ന് നിന്നാലല്ലേ എന്തേലും ഒരു വാക്ക് ചോദിക്കാൻ ഒക്കൂ. തുടക്കം ആദ്യത്തെ ദിവസം മുതലുള്ള പ്രതീക്ഷ തന്നെയാണ്, നല്ല രീതിയിൽ വിജയിക്കും. ആര്? ഒരു തരി സാധ്യതയുമില്ലാത്ത പ്രതീക്ഷയുടെ ദിക്കും നോക്കി കൈയും നീട്ടി നിൽക്കാനുള്ള ആ ആത്മവിശ്വാസം അപാരം. അല്ലണ്ണ, 10-65,000 ആള് വോട്ടിടാൻ പോയില്ലല്ലോ. ഭൂരിപക്ഷ വിജയത്തെ അതെങ്ങനെ ബാധിക്കുമോ? ആ വോട്ട് മുഴുക്ക UDFന്റെ, ആ 7% UDFന്റെയാണ്. ഞങ്ങളുടെ വോട്ടിന് ഒരു കുഴപ്പം വന്നിട്ടില്ലെന്നാണ് നമ്മളുടെ വിശ്വാസം. അത് കേട്ടാ മതി. ഭൂരിപക്ഷത്തിലായിരുന്നു ആകെ ഒരു ആശങ്ക. അതും ഓക്കെ. വോട്ട് കുത്താൻ ആ 7% ആള് അണ്ണനെ കണ്ട് അവർ UDF ആണെന്ന് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ല കുഴഞ്ഞേനെ. എന്നൊക്കെ പറഞ്ഞാലും ആ ജനസമ്മതി അത് സമ്മതിച്ചു. അതായത് കൊല്ലത്ത് മത്സരിച്ചത് കൊല്ലത്തിന്റെ MLA ആണ്. കൊല്ലത്തിന്റെ MLA ഇവിടെ കണ്ടിട്ടില്ല, ബഡായി ബംഗ്ലാവിൽ മാത്രമേ കാണൂ. ആഹാ, ആ 7%ന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ഉറപ്പായി. അപ്പോൾ ബഡായി അല്ല, വർത്താനം തുടരാം. സാധ്യത തീരെ ഇല്ല, എന്നാലും എങ്ങാനും തോറ്റു തുന്നം പാടിയാൽ MLA സ്ഥാനം രാജിവെക്കുവോ? ആരെങ്കിലും ഒരാൾ അങ്ങനെ രാജിവെച്ചിട്ടുണ്ട്? ആ ഒരാളായി ചരിത്രം കുറിക്കാൻ വീണ് കിട്ടിയ അവസരമായി കണ്ട് അതങ്ങെടുത്ത് പ്രയോജനപ്പെടുത്തണ. അന്തസ്സുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ രാജിവെച്ചിട്ട് വേണം നിൽക്കാൻ. എന്നാൽ മാത്രമേ അയ്യടാ നല്ല കൊയ്ത്ത്. എന്താന്നറിയില്ല, അന്തസ് എന്ന വാക്ക് അണ്ണൻ പറയുമ്പോൾ ഒരു പ്രത്യേക അന്തസ്സാ. പൊന്നണ്ണ, എല്ലാം കൊയ്ത് വെളുപ്പിച്ചൊക്കെ എന്നേ കഴിഞ്ഞു. ഇപ്പൊ മെതിയല്ലേ നടക്കുന്നത്. എനിക്ക് തെറ്റിപ്പോയി, കംപ്ലീറ്റ് തെറ്റിപ്പോയി. കതിരും പതിരും ഉടനെ തിരിയും. അപ്പോൾ വീണ്ടും ഇതേ ചിരിയായിട്ട് വന്നേക്കണേ. തൽക്കാലം പഴയ ധനമന്ത്രി പുതിയ ക്യാപ്സ്യൂളുമായിട്ട് വരുന്നുണ്ട്. എസ്ലോജിക് കമ്പനി എന്ന് പറയുന്നതും ഇവിടുത്തെ കമ്പനിയായിട്ട് ആരും ബന്ധമില്ല. സഖാവിനറിയാൻ കാര്യങ്ങള്. അച്ഛനും മോളും വാ തുറന്നില്ലെങ്കിൽ എന്താ, വിദഗ്ധരിറങ്ങിയില്ലേ? ബാലൻ ചേട്ടൻ ഇതുവരെ കണ്ടില്ലല്ലോ. തൽക്കാലം അച്ചായൻ പറ. അവർക്ക് വളരെ വ്യക്തമായിട്ടുണ്ട്, ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടോ കേരളത്തിലെ ഈ മറ്റുള്ള ഏതെങ്കിലും സ്ഥലത്തെ രാഷ്ട്രീയമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. എല്ലാവരും കൊരവള്ളിയിൽ കുടുങ്ങാതെ സൂക്ഷിച്ച് ഇറക്കിക്കോണം കേട്ടോ. സർക്കാരിന് കാശിന് ആവശ്യം വന്ന റിസർവ് ബാങ്കിനോട് കുറച്ച് കറൻസി കൂടുതൽ അടിച്ചു തരാൻ പറ എന്ന സൂപ്പർ പരിഹാരം തന്ന മഹാന എല്ലാവരും കൃത്യമായിട്ട് കേട്ടോണേ. സൺലൈറ്റിനെയും ഉജാലയെയും പിന്തള്ളി മുമ്പോട്ട്. ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇനി വെച്ച് നീട്ടിക്കൂടാ. ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചത്